ഈ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിലുള്ള ജനകീയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു തിരഞ്ഞെടുപ്പല്ല ഈ ഘട്ടം വരെയും. പകരം അതൊരു PR വേഴ്സസ് PR എന്ന മട്ടിലാണ് കാര്യങ്ങൾ പോകുന്നത്. പ്രതിപക്ഷത്തിൻ്റെ PR-നെ സർക്കാരിൻ്റെ PR കൊണ്ട് നേരിടുന്ന ഒരു വളരെ അസാധാരണമായ സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നോക്കൂ, ഇത് കേരള രാഷ്ട്രീയം ഇത് ആദ്യമായി കാണുന്നൊരവസ്ഥയാണ്. പല ഘട്ടങ്ങളിലും പണ്ടൊക്കെ അസത്യപ്രചരണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അതൊക്കെ ജനങ്ങളുടെ ഇടയിലേക്ക് ചെന്ന് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാൻ ഒരു സമയമുണ്ട്. ഇതങ്ങനെയല്ല, ഒന്നിനു പിറകെ ഒന്നായി അസത്യപ്രചരണങ്ങളിലൂടെ പലതും സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്. പലതിലും വിജയിച്ചിട്ടുണ്ട്, പലതും പാളിപ്പോയിട്ടുണ്ട് പ്രതിപക്ഷത്തിൻ്റേത്. മറുഭാഗത്ത് സർക്കാരോ PR ഏജൻസി ഉപയോഗിച്ചുകൊണ്ട് വികസനം എന്ന് പറയുന്ന ഒരു ആശയം മാത്രം. നോക്കൂ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി കേരളത്തിലെ മിക്ക മാധ്യമങ്ങളിലും സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ പ്രകീർത്തിച്ചുകൊണ്ടുള്ള വലിയ പരസ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിൽ സർക്കാർ ഉദ്ഘാടനങ്ങൾ നടത്തുന്നുണ്ട്, വളരെ പ്രധാനപ്പെട്ട പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. ഇത് എത്രമാത്രം ജനങ്ങളിലേക്ക് എത്തുന്നു എന്നത് പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പോൾ പ്രചരണായുധം കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാം, അസത്യപ്രചരണത്തിലൂടെ തിരഞ്ഞെടുപ്പിൽ വിജയിക്കാം എന്നുള്ള ഒരു വലിയ ഒരു തയ്യാറെടുപ്പ് ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. മറുഭാഗത്ത് അതിനെ നേരിടാൻ PR ഏജൻസികളും ശ്രമിക്കുന്നുണ്ട്. ഞാൻ 2-3 കാര്യങ്ങൾ മാത്രം പറയാം. പ്രതിപക്ഷം എങ്ങനെയാണ് ഈ PR-നെ, അസത്യപ്രചരണത്തിൻ്റെ പേരിൽ ഈ വിവാദങ്ങളെ തിരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത്? നേരത്തെ PR സുനിൽ പറഞ്ഞതുപോലെ കനകോലുവിൻ്റെ ലക്ഷ്യയിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്ന 2 ഭാഗങ്ങളുണ്ട്. ഒന്ന്, തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും കോൺഗ്രസിന് കാര്യമായ വോട്ട് വർധനയോ സീറ്റ് വർധനയോ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. തിരുവനന്തപുരത്ത്, കൊല്ലത്ത്, ആലപ്പുഴയിൽ, തൃശ്ശൂർ, പാലക്കാട്. എന്താ ഈ ജില്ലകളുടെ പ്രത്യേകത? ഈ ജില്ലകളിൽ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ സാന്നിധ്യം കൂടുതലാണ്. ഈഴവ പ്ലസ് നായർ കാറ്റഗറി വോട്ടർമാർ കൂടുതലുള്ള മേഖലകളിൽ കോൺഗ്രസിന് വലിയ നേട്ടമുണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ആരുടെ റിപ്പോർട്ട്? കനകോലുവിൻ്റെ റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. സ്വർണ്ണക്കൊള്ള കേരളത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്തിരുന്നുവെങ്കിൽ അത് ഫലം കാണേണ്ടിയിരുന്നത് ഒന്ന് പാലക്കാട്ടായിരുന്നു, ഒന്ന് തൃശ്ശൂരായിരുന്നു, ഒന്ന് ആലപ്പുഴയിലായിരുന്നു, ഒന്ന് കൊല്ലത്തായിരുന്നു. പക്ഷേ ഈ ഇടങ്ങളിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. 2021 അസംബ്ലി തിരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ പലയിടങ്ങളിലും കോൺഗ്രസിന് വോട്ട് കുറഞ്ഞിട്ടുണ്ട് ഈ സതേൺ സെൻട്രൽ റീജിയനിൽ. അതുകൊണ്ടാണ് 7 ജില്ലാ പഞ്ചായത്തുകൾ LDF-നോടൊപ്പം നിൽക്കുകയും 7 ജില്ലാ പഞ്ചായത്തുകൾ മാത്രം UDF-നോടൊപ്പം നിൽക്കുകയും. ഓർമ്മിക്കണം, 2010 8 ജില്ലാ പഞ്ചായത്തുകൾ UDF-നോടൊപ്പം ഉണ്ടായിരുന്നു. അന്ന് 6 ജില്ലാ പഞ്ചായത്തുകൾ മാത്രമാണ് LDF-നോടൊപ്പം ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് കനകോല് കണ്ടെത്തുന്ന നിരീക്ഷണം ഒരു ക്ലോസ് കോൺടെസ്റ്റ് ആയിരിക്കും വരാൻ പോകുന്നത്. അങ്ങനെ തന്നെയാണ് ആ വാചകം എഴുതിയിരിക്കുന്നത്. ടു കോട്ട് കനകോലു, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് LDF-ഉം UDF-ഉം തമ്മിലുള്ളൊരു ക്ലോസ് കോൺടെസ്റ്റാണ്.